ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്, എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ട ആവശ്യമായിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് അതല്ലെങ്കിൽ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് പതഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് റവ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ആ ഒരു മുട്ടയിലേക്ക് ഈ ഒരു റവ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റവ എന്ന് പറയുന്നത് കുറച്ചൊന്ന് അങ്ങോട്ട് കുതിർന്ന് കുറച്ചും കൂടി അങ്ങോട്ട് തിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒന്നായിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ചായിട്ടാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് അരിപ്പൊടി നമ്മുടെ ഈ റവയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ റവ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. കുറച്ചൊന്ന് തിക്കായിട്ടായിരിക്കും ആദ്യം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഒരുവിധം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അല്പസമയം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇനി ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിത്തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ, ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി പോവരുത്. ഇനി നമുക്കിതിലേക്ക് 1 സവോള ഇതേപോലെ വളരെ കനം കുറച്ചരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, കനം കുറച്ച് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നത് വരെ മാത്രം നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളറ് ചേഞ്ചായി അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് ഇതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് മുളക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സവാള ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ മാത്രമേ നമ്മളിത് വഴറ്റിയെടുക്കേണ്ടതായിട്ട് ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു അല്പസമയം ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. വളരെ കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുക. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ മൂടി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് ആ ഒരു പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ കനം കുറച്ച് തന്നെ ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വെന്ത് വരണം. ഒരുപാട് അങ്ങോട്ട് വേവേണ്ട കാര്യമില്ല. ഒരു 1/4 ഭാഗത്തോളം മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഒന്നങ്ങോട്ട് ചുരുങ്ങി ഒന്ന് വന്നാൽ മാത്രം മതി കേട്ടോ. ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടുന്നത് മുരിങ്ങയിലയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് 1 പിടിയോളം മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാത്രമല്ല നമ്മൾ ഏറ്റവും അവസാനം വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അധികം വേവൊന്നും ഇല്ലാത്തതാണ്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ തുറന്ന് നോക്കുമ്പോഴും കുറച്ചൊന്ന് തിക്കായ രീതിയിലാണിത് കിട്ടിയിരിക്കുന്നത്. റവ ഒന്നുകൂടി ഒന്നങ്ങോട്ട് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ആവുന്നത് പോലെ കട്ട കെട്ടി കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് എല്ലായിടത്തും ആവുന്നത് പോലെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നമ്മൾ തവി വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള ബാറ്ററൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തപ്പോൾ തന്നെ ഒന്നുകൂടി ബാറ്റർ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ, ഈ ഒരു പൊടിക്കും നമ്മൾ കണക്കാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ റവയുടെയും അരിപ്പൊടിയുടെയും ഒക്കെ ഒരു കാര്യത്തിനനുസരിച്ച് കുറച്ചൊക്കെ ഒന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടാനും കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. എന്നിരുന്നാൽ പോലും നമുക്കിത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ബാറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു രീതിയിലാണ്, ഒരു കോരി ഒഴിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് നമുക്കത് കിട്ടേണ്ടത്. ഒരു 5 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒന്ന് ഫ്ലഫി ആയി വരാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് മാറ്റി വെക്കുന്നത്. ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം നമ്മളതിട്ട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി മാവ് ഒഴിക്കുക. എന്നിട്ട് അധികം പരത്താൻ പാടില്ല കേട്ടോ, പരത്താതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം. അതിൻ്റെ ആ ഒരു വശം നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ മൂടി വയ്ക്കുക. അതിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടിട്ട് വേവിക്കുകയാണ് വേണ്ടത് കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് അടുത്ത സൈഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നീട് ചെയ്യുമ്പോൾ അധികം ഓയിൽ ആവശ്യമായിട്ട് വരുന്നില്ല. ജസ്റ്റ് നമ്മുടെ ആ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നത് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്ന പാത്രം കുറച്ചൊരു കുഴിയുള്ള പാത്രം ആയിരിക്കുമ്പോഴാണ്, ചെറിയൊരു കുഴിയുള്ള പാത്രം ആയിരിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, താങ്ക് യു, ബൈ.